ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ആശുപത്രിയിലേക്കാണ്. NMCയിൽ ഞങ്ങളുടെ 5th സ്കാനിങ് ആണിന്ന്. അധികം വൈകാതെ തന്നെ ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി പാട്ടൊക്കെ കേട്ട് മെല്ലെ പോവുമായിരുന്നു. ഇന്നത്തെ സ്കാനിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഇന്ന് ബേബീൻ്റെ ജെൻഡറും കൂടി അറിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഗസ് ചെയ്തതും സെയിം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലെത്തി. അവിടെ നിന്ന് ഡോക്ടർ വന്ന് ജസ്റ്റ് ഞങ്ങളെ സ്കാൻ ചെയ്തു. അപ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം അവർ നമ്മുടെ കയ്യിലേക്ക് ജെൻഡർ എഴുതി തന്നു. അത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ അവിടെ വെച്ചു. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു CD അവർ തന്നത്. കുട്ടിയുടെ ഇതുവരെയുള്ള സ്കാനിങ്ങിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ CD യിലുണ്ടായിരുന്നു. അങ്ങനെ CD ഒക്കെ സേഫായിട്ട് എടുത്തു വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഞാൻ ശ്രീകുട്ടി കാണാതെ ആ കാർഡ് എടുത്തിട്ട് ഞാൻ ബെസ്റ്റി ബൈക്ക് കൊടുത്തു. മൂപ്പരോട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയില്ല. ഹലോ ഗൈസ്, ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അശ്വിൻ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജെൻഡർ റിവീലിംഗ് ആണ്. ശ്രീകുട്ടി വരുമ്പോൾ ശ്രീകുട്ടിക്ക് കൊടുക്കാനായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലൂ വെച്ചിട്ട് ഒരു ചെറിയ പെയിൻറ്റിങ് വെച്ച് അതിൻ്റെ മുകളിൽ ഗിൽറ്റ് ഇട്ടിട്ട് ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇന്ന് ഞങ്ങളുടെ ഓണറിൻ്റെ സെൻഡ് ഓഫും കൂടിയാണ്. അപ്പോൾ അതും പറഞ്ഞിട്ടാണ് ഞാൻ ശ്രീകുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ശ്രീകുട്ടി വരുന്നതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും പിന്നെ ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ ഞാൻ നേരത്തെ തന്നെ ഓർഡർ ചെയ്തു. ജെൻഡർ ഡീറ്റെയിൽസ് ബെസ്റ്റി ബൈക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൂപ്പര് തന്നെ ഡയറക്റ്റ് ഓർഡർ കൊടുത്തു. അങ്ങനെ ഞാൻ വന്നപ്പോൾ റിസീവ് ചെയ്തു. ഇപ്പം നമ്മളെ കൂടെയുള്ള ആർക്കും ജെൻഡറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഈവൻ എനിക്ക് പോലും. അങ്ങനെ ഞാൻ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഒരു 7 o'clock ആയപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇത് പാട്രിക്കിൻ്റെ ഫാമിലിയാണ്. പിന്നെ ജമൈക്കയും വന്നു അവരുടെ ഒരു കസിനുമായിട്ട്. അപ്പോഴാണ് ബെസ്റ്റി ബായും ഫാമിലിയായിട്ട് വന്നത്. ഞാൻ ബെസ്റ്റി ബായിൻ്റെയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടീനെയും കൂട്ടാൻ. അങ്ങനെ ശ്രീകുട്ടിയും കൂട്ടി ബെസ്റ്റി ബായ് വന്നു. ഞാൻ ശ്രീകുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെള്ള ഡ്രസ്സ് ഇടാൻ. അപ്പോൾ ശ്രീകുട്ടി ഹുഡീസ് ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. She's so shy actually. ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. She didn't understand actually. I just told her now. Yeah. അത് കണ്ടില്ല ബലൂണൊക്കെ. കാണാണ്ട് ശ്രീകുട്ടി കാണാണ്ട് എടുത്തിട്ട് ആരുടെ പേഴ്സ് വെച്ച് എന്നിട്ട് വേറൊരു കടലാസ് എടുത്തിട്ട് അവിടെ മാറ്റി വെച്ച് ഒരു ബെസ്റ്റി ബൈക്ക് മാത്രമായി കടലാസ് കൊടുത്തിട്ട് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ വന്നവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേഡത്തിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രീകുട്ടി എല്ലാ ഡെക്കറേഷൻസൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ മാഡം പറഞ്ഞ എല്ലാ പരിപാടിയും ഞാൻ ചെയ്തതാണ്. ഇനി ജസ്റ്റ് ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കേക്ക് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഡം പറഞ്ഞ ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തത്. ഈ ജെൻഡർ റിവീൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളുടെ ഓണർ തന്നെയാണ്. അപ്പോൾ സെൻഡ് ഓഫിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാർ തന്നെ എല്ലാം സ്പോൺസർ ചെയ്തു. ആകെ കേക്ക് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെപ്പോലെ തന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവരൊക്കെ ഓരോരുത്തരും ഓരോന്നും ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രീകുട്ടി ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഏച്ചി വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് വാ എല്ലാവരോടും സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കനലൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ടേബിളിലൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ടറായിട്ടുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ അവിടെയുള്ള മിനി പിസ്സ എല്ലാവർക്കും ഷെയർ ചെയ്തു. അങ്ങനെ എല്ലാവരും സ്റ്റാർട്ടറൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞാൻ ബേബീൻ്റെ ജെൻഡർ ഗസ് ചെയ്യാനുള്ള ഒരു പേപ്പർ എടുത്തു. ബോയിയെ ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്ലൂ മഷി കൊണ്ട് അവരുടെ പേര് എഴുതാം, ഗേൾ ആണെങ്കിൽ പിങ്ക് മഷി കൊണ്ട് പേര് എഴുതാം. അങ്ങനെയായിരുന്നു ഞാനത് സെറ്റ് ചെയ്തത്. അപ്പോഴൊക്കെ ഓരോ ബലൂണായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പേപ്പർ ഓരോരുത്തർക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. ഓരോരുത്തരും ഓരോ കളറിൽ പേര് എഴുതിക്കൊണ്ടിരുന്നു. പലരും പല രീതിയിൽ ഗസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബോയ് ഗേൾ എന്നൊക്കെ. ആക്ച്വലി ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമേ ആയിരുന്നില്ല. പെട്ടെന്ന് എനിക്ക് തോന്നി ഓക്കെ ഒരു ജെൻഡർ റിവീൽ നടത്താമെന്ന്. മറ്റിച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടി നോക്കാൻ തന്നെയായിരുന്നു പ്ലാൻ. നാട്ടിലായിരുന്നെങ്കിൽ ഇതുപോലെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ജെൻഡർ പോലും മനസ്സിലാവില്ലായിരുന്നു.
ഇവിടെ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇങ്ങനെ ജനറലൈസ് പറ്റി ഇങ്ങനെ ചെറുതായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാവരും ഓരോരുത്തരുടെ ഗസ്സിനനുസരിച്ചിട്ട് പേരുകൾ എഴുതി. ഫൈനലി ഞാനും ശ്രീകുട്ടി എഴുതി. ഞങ്ങളും ഗസ് ചെയ്തത് പെൺകുട്ടീനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ജസ്റ്റീബായും വൈഫും എഴുതി. അവർക്ക് 2 പേർക്കും അറിയാം ആരാന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാമറ നോക്കിയില്ല അവർ എഴുതുമ്പോൾ. അപ്പോഴാണ് മാഡം ഒരു മൾട്ടി കളറുള്ള ഒരു ഡ്രസ്സ് കൊണ്ടുവന്നത്. അതായത് ബ്ലൂവും പിങ്കും കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സ്. അത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോൾ ഞങ്ങളുടെ കേക്കിൻ്റെ ഒരു ഡിസൈനും ഞാൻ ChatGPT വഴി ചെയ്തതാണിത്. If you guys want to make some noise, yeah, everybody take the color. Take the color that you chose, which is mostly pink. You're making some noise. Any more pink? Pink? Blue, blue. Cut. Big, big. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയും ഞങ്ങളെ വിചാരിച്ച പോലെയും പിങ്ക് തന്നെയായിരുന്നു വന്നത്. ബ്ലൂ ഗസ് ചെയ്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒന്നുകൂടി കട്ട് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർക്കൊക്കെ കൊടുത്തു. അപ്പോഴാണ് മേഡത്തിൻ്റെ അമ്മ ശ്രീകുട്ടിക്ക് ഒരു ചെറുതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അങ്ങനെ ഈ ഗിഫ്റ്റൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും ഞങ്ങൾക്ക് ചെറിയതായിട്ട് ഹഗ്ഗൊക്കെ തന്നു. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഞാൻ നെയിം സജഷന് വേണ്ടിയിട്ടുള്ള കാർഡ് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഒരു അഡ്വൈസായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള രീതിയിലുള്ളൊരു കാർഡ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പേരും പിന്നെ ആ പേരിടാനുള്ള കാരണവും പിന്നെ അവരുടേതായ കുറച്ച് സജഷൻസും ഞങ്ങൾക്ക് എഴുതി തന്നു. ഞാനൊരു നെയിം സജഷൻ ബോക്സ് ആദ്യം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് അവരുടെ കാർഡുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ചെറുതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു. മാഡത്തിനോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും അതിന് ആൻസർ ചെയ്തു. നല്ല രസമായിരുന്നു അത്. Roman. അങ്ങനെ എല്ലാവരും ജെൻഡർ ഗസ് ചെയ്ത പേപ്പർ ഞാൻ ശ്രീകുട്ടിയുടെ കയ്യിൽ സേഫായിട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റായി. ഏറെക്കുറെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലേക്ക് ഇനി കിടക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് സെറ്റ് ചെയ്തത് സലാഡ്സും പിന്നെ കുറച്ച് ബർഗേഴ്സുമാണ്. ഇവിടെ ചിക്കനും ബീഫും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളും അതിൻ്റെ കൂടെ കൂടി. ഡ്രിങ്ക്സ് ആയിട്ടായിട്ട് അവിടെ ജ്യൂസും പിന്നെ കോള, പെപ്സി അതുപോലുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ജ്യൂസ് മാത്രം കഴിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ടീം ബോയ്സ് ടീം ഗേൾസ് എന്ന് എഴുതിയിട്ടുള്ള കുറച്ച് കടലാസുകൾ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ഓരോ കടലാസ് എടുത്ത് അങ്ങനെ ടീം ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് കുറച്ച് ഗെയിംസാണ്. ഈ കാണുന്ന ബോട്ടിൽസൊക്കെ താഴെയുള്ള ബോട്ടിലായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് ആ ടീം വിജയിക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല കോമഡി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു അപ്പോൾ അടുത്ത ടീം അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കാണ് പോയിന്റ്. അങ്ങനെയായിരുന്നു ഗെയിം. അങ്ങനെ ബെസ്റ്റീവായി അതൊക്കെ മാച്ച് ചെയ്തു. അങ്ങനെ അടുത്ത ടീം ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഫൈനലി ഈച്ച് വന്നിട്ട് സിമ്പിളായിട്ട് അത് സെറ്റ് ചെയ്തു. പക്ഷേങ്കിൽ ഞങ്ങൾ കുറച്ച് ബാക്കിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ് പോയി പിന്നെയും മൊത്തത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ ഫൈനലി ടീം ഗേൾസ് ജയിച്ചു. അങ്ങനെ സെക്കൻഡ് ഗെയിം വരുന്നത് ഈ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് നേരെ വെക്കലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്, കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഗെയിംസ് ഒന്നും കാണുന്നത്ര സിമ്പിളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു.
ഈ ഗെയിമിൽ ബോയ്സ് ടീം വളരെ ഫാസ്റ്റായിരുന്നു. പെട്ടെന്ന് എല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു ഇവർ തന്നെയാണ് വിന്നർ എന്നുള്ളത്. അപ്പോഴാണ് സാർ ക്രിസ് വന്നത്. അപ്പോൾ മൂപ്പർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ടൈം പോയ പോക്ക്, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. മൂപ്പർ കുറേ ട്രൈ ചെയ്തു. ഫൈനലിയാണ് മൂപ്പർ അത് സക്സസ് ആക്കി എടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ മെനക്കെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ടീം രണ്ടുപേരുടെയും ടൈം കൺസിഡർ ചെയ്തപ്പോൾ ടീം ബോയ്സ് തന്നെയായിരുന്നു സ്പീഡിൽ ചെയ്തത്. അങ്ങനെ രണ്ട് ടീമിനും ഓരോ പോയിന്റ് വെച്ച് കിട്ടി. 1 point. ഇത് കഴിഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്ത ഗെയിം നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കോമൺ ആണെങ്കിലും ഇവിടെ അത്ര കോമൺ അല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവരൊന്നും ഇത് കളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ലൊരു ടീം വർക്കായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ടീം ഗേൾസ് പെട്ടെന്ന് തന്നെ ചെയ്തു. ടീം ബോയ്സിലാണെങ്കിൽ നടുക്കുള്ള കുറേ ആളുടെ കയ്യിലൂടെ വെള്ളം മൊത്തത്തിൽ പുറത്താഴേക്ക് പോയിട്ട് അവർക്ക് നിറയ്ക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഫൈനലി സാർ ക്രിസ് ടൈം കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അത് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് പറഞ്ഞു. പിന്നത്തെ ഗെയിം ബിൽഡ് എ ടവർ ബ്രേക്ക് എ ടവർ എന്നുള്ളൊരു ഗെയിമായിരുന്നു. അതായത് കപ്പ് വെച്ചിട്ട് ഒരു ടവർ ബിൽഡ് ചെയ്തിട്ട് അത് ബോൾ കൊണ്ട് എറിഞ്ഞു വീഴിപ്പിക്കണം. ആ ടേബിളിലെ എല്ലാ ബോട്ടിൽസും ആ താഴേക്ക് വീണാൽ മാത്രമേ കളി ജയിക്കൂ. അങ്ങനെ 1 by 1 ആയിട്ട് അവർ ഈ ടവർ ബിൽഡ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇതൊക്കെ പ്രായവും പൊസിഷനും നോക്കാതെ എല്ലാവരും അത് മതി മറന്ന് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ നല്ല സ്പിരിറ്റിലായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാൻ ഈ സെറ്റ് ചെയ്ത ലാസ്റ്റ് ഗെയിമിൽ ഒരാൾക്ക് സംസാരിക്കാനും ഒരാൾക്ക് ആക്ട് ചെയ്യാനും ഒരാൾക്ക് ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്ത് ലാസ്റ്റുള്ള ആൾ അത് കറക്റ്റായിട്ട് പറയുമ്പോഴാണ് അവർക്ക് പോയിന്റ് കിട്ടുക. ചക്കാന്ന് എഴുതി കഴിഞ്ഞാൽ മാങ്ങാന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. മൊത്തത്തിൽ വ്യത്യാസമായിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഫൈനലി ഞങ്ങൾ വേർഡ്സൊക്കെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവരോട് പറയാൻ പറഞ്ഞു. കാരണം ഓരോരുത്തർ ആക്ട് ചെയ്യുന്നതാണെങ്കിലും ഡ്രോ ചെയ്യുന്നതാണെങ്കിലും കോമഡി ആയിരുന്നു. Okay, you want to go there? You can watch. Yeah. Hold it. Only we can watch. Sorry, you understand? You have nothing to do. Now what you understand from the picture? Explain to him. No action. No action. No swear. No cheating. Why is he this way? The man is one drawing. This can win Oscar, my friend. Yeah, I think so. Go. Keep it till now. Okay. You got it. Like a cat or dog. Very poor dinosaur. I don't even know. Dog. Dog. No. Smiling monkey. Smiling monkey. What word? Monkey. അങ്ങനെ ലാസ്റ്റ് ഗെയിമിൽ ഞാനും കൂടി അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഫൈനൽ ഗെയിമിൽ ആംഗ്രി ബേർഡ് ആയിരുന്നു കിട്ടിയത്. ബെസ്റ്റി ബൈ ബേർഡിൻ്റെ ചിത്രം വരച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ആംഗ്രി ബേർഡാണെന്നുള്ളത്. അതിനുശേഷം ഞാനായിരുന്നു അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ മുഖത്ത് കുറച്ച് എക്സ്പ്രഷനൊക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മാഡം അത് കറക്റ്റ് പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ചെറിയ ആർട്ട് വർക്ക് ഞാൻ ശ്രീകുട്ടിക്ക് കൊടുത്തു. അങ്ങനെ ശ്രീകുട്ടി അത് ഓപ്പൺ ചെയ്ത് നോക്കി. ശ്രീകുട്ടിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. You did that, Aswin? You made it. Show it, show it, show it, show it. Yeah, She, me. it's nice. ആയിക്കോട്ടെ. അങ്ങനെ അവസാനം അതൊക്കെ കൊടുത്ത് ഞങ്ങൾ ലാസ്റ്റ് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പണി ബാക്കിയുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും സജസ്റ്റ് ചെയ്ത നെയിമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞങ്ങൾ നോക്കിയത് ഡോക്ടർ തന്ന ഈ ഷീറ്റ് തന്നെയായിരുന്നു. അതിലും ഗേൾ തന്നെയായിരുന്നു. ഇതാണ് മാഡത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തന്ന ഗിഫ്റ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കളർ വളരെയധികം ഇഷ്ടപ്പെട്ടു.
പിന്നെ അതിനുശേഷം ഞാൻ ശ്രീകുട്ടിക്ക് കൊടുത്ത ആർട്ട് വർക്കും പിന്നെ ഓരോരുത്തരും ഗസ് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ ഞങ്ങൾ സജഷൻ ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിൽ പലരും പല ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 1 by 1 ആയിട്ടെല്ലാം വായിച്ച് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും ബൈ.